സംസ്ഥാന വ്യാപകമായി കോളേജുകളിൽ ഇന്ന് കെ.എസ്.യുവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. നിഖിൽ തോമസിന്റെ അടക്കം വിഷയം ചൂണ്ടിക്കാട്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എസ്.എഫ്.ഐ തകർത്തു എന്നാരോപിച്ചാണ് കെ.എസ്.യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഇന്ന് കെ.എസ്.യുവിന്റെ വിദ്യാഭ്യാസ ബന്ദാണ്. എന്തെങ്കിലും പ്രതിഷേധത്തിൽ എന്തെങ്കിലും സംഘർഷമോ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, പ്രതിഷേധ സ്കൂളുകളാണ് കെ.എസ്.യു സ്കൂളുകൾ സ്വാഭാവികമായും തുറക്കുന്ന സമയമുള്ളൂ. ആ നിലയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയ തരത്തിൽ ഈ എസ്.എഫ്.ഐ അടക്കമുള്ള വിദ്യാർത്ഥി യൂണിയൻ ഇടതുപക്ഷവും അതിന്റെ സ്വജനപക്ഷപാതമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപമാണ് അല്ലെങ്കിൽ വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എസ്.എഫ്.ഐയുടെ എല്ലാ നേതാക്കന്മാരും, അതായത് എല്ലാ ഘടകങ്ങളിലും, ആലപ്പുഴയിലടക്കം, കായംകുളത്തടക്കം, തിരുവനന്തപുരത്തും ഇപ്പോൾ ഈ വിദ്യയുടെ കേസ് അടക്കം എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ തരത്തിൽ വലിയ ക്രമക്കേടുകൾ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിമർശനത്തിന്റെ ഭാഗമായാണ് ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് കെ.എസ്.യു ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ കെ.എസ്.യുവിനൊപ്പം തന്നെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷത്തിലെ മറ്റ് കക്ഷികളെല്ലാം തന്നെ ഈ വിഷയം വലിയ തരത്തിലൊരു ചർച്ചയായി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. വലിയ ഒരു വിമർശനം വലിയ തരത്തിൽ എസ്.എഫ്.ഐയെ സംബന്ധിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ വലിയ തരത്തിൽ പുരോഗമനപരമായ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആ പ്രസ്ഥാനം നേരിടുന്നത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ്. ഇത്തരത്തിലുള്ള, അതായത് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും എന്ന് പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുന്നുണ്ട്, പിശക് സംഭവിക്കുന്നുണ്ട്, അത് തിരുത്തലുകൾ ഉണ്ടാകണം എന്ന് പറയേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് എസ്.എഫ്.ഐ പ്രസ്ഥാനം മാറിപ്പോകുന്നത് തന്നെയാണ് വലിയൊരു ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് എസ്.എഫ്.ഐ നേതാക്കൾ ഈ ആരോപണത്തിൽ ഉൾപ്പെടുന്ന ആളുകളെ പ്രതിരോധിക്കാൻ മുന്നോട്ടൊന്നുവെങ്കിൽ പോലും അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കേരള സർവകലാശാല വി.സി അടക്കം ഈ വിഷയത്തിൽ ഇത് വ്യാജമാണ് സർട്ടിഫിക്കറ്റുകൾ എന്നതടക്കമുള്ള തുറന്നു നടത്തുന്നതടക്കം എസ്.എഫ്.ഐക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്താവന എന്നും ബാക്കി സർവകലാശാലകൾ പരിശോധിക്കട്ടെ എന്നും മാത്രമാണ് എസ്.എഫ്.ഐക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. സ്വാഭാവികമായും വലിയ തരത്തിൽ ചില പ്രയാസം